എല്ലാ പ്രേക്ഷകർക്കും ലവീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സ്പെഷ്യൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ? അതിനായി ഞാനിവിടെ 6 മുട്ട എടുത്തിരിക്കുന്നത്. മുട്ട പുഴുങ്ങിയതിന് ശേഷം തോട് കളഞ്ഞ് മുട്ട നൈഫ് കൊണ്ട് ഇതുപോലെ വരയുക. മുട്ടയിൽ ഇതുപോലെ വരയുന്നത് മസാല നന്നായിട്ട് ഇറങ്ങി മുട്ട റോസ്റ്റിന് നല്ല രുചി കൂടാനാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഉരുളി ചൂടാക്കി 2 വലിയ തവി വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് 4 വലിയ സവോള നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി ചെറിയ കഷ്ണം, വെളുത്തുള്ളി 5 അല്ലി അരിഞ്ഞത് ചേർക്കുക. നന്നായി വഴറ്റുക. അതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, 1 സ്പൂൺ ഉപ്പ് ചേർത്ത് വഴറ്റുക. ചെറിയ ഫ്ലെയിമിൽ സവോള നന്നായി വഴറ്റിയാലേ മുട്ട റോസ്റ്റിന് രുചി കിട്ടുകയുള്ളൂ. വഴന്ന സവോളയിലേക്ക് 3 വലിയ തക്കാളി അരിഞ്ഞത് ചേർക്കുക. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാൻ അടച്ചു വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തക്കാളിയും സവോളയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. അതിനുശേഷം 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് ഇളക്കുക. ഏകദേശം 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നന്നായി വഴറ്റുക. 1/2 സ്പൂൺ ഗരം മസാല ഇട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം 1/2 കപ്പ് ചൂടുവെള്ളം ചേർക്കുക. റെഡിയായ മസാലയിലേക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് മസാല കൊണ്ട് മുട്ട മൂടി വെക്കുക. മസാല ഇങ്ങനെ മൂടി വെക്കുന്നത് മുട്ടയിലേക്ക് മസാല ഇറങ്ങി മുട്ട റോസ്റ്റിന് നല്ല രുചി ഉണ്ടാകും. അതിനു വേണ്ടിയാണ്. അതിനുശേഷം അര സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കുക. പഞ്ചസാര ചേർക്കുന്നത് പുളിയും ഉപ്പും ഒരേ അളവിൽ നിൽക്കുന്നതിനാണ്. അല്പം മല്ലിയില ഇട്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക. ഇപ്പോൾ മുട്ട റോസ്റ്റ് റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.